വിഷു റിലീസ് പ്രമാണിച്ച് മലയാളത്തിൽ നിന്നും മമ്മൂക്കയുടെ ബസൂക്ക, ആലപ്പുഴ ജിംഖാന, അതുപോലെ തന്നെ മരണമാസ്, കൂടാതെ തമിഴിൽ നിന്നും അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിലൂടെ വന്നിരുന്നു. എന്നാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം ഞാനിപ്പോൾ കേരളത്തിലല്ല, ഒഡീഷയിലാണുള്ളത്. അപ്പം ഇവിടെ തിയേറ്ററുകളൊക്കെ നോക്കി വെച്ചെങ്കിൽ എനിക്ക് കാണാൻ പോകാനുള്ള ഒരു അവസരം ഒത്തുവന്നില്ല. എന്നാൽ ഇന്ന് അതിനൊരു സമയം കിട്ടിയപ്പോൾ എന്നാൽ ബസൂക്ക കാണാം, നമ്മുടെ മമ്മൂക്കയുടെ പടം തന്നെ ആദ്യം കാണാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ആ ഒരു ഷോ ക്യാൻസലാക്കി. എന്തുകൊണ്ടാണ് ഷോ ക്യാൻസലാക്കിയെന്ന് അറിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സമയത്തുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാനയായിരുന്നു. അപ്പം എന്തായാലും ബസൂക്കയ്ക്ക് ശേഷം അത് തന്നെ കാണാം, ഇന്ന് ഒരു 3 സിനിമ കാണാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് പോയത്. അപ്പോൾ ആലപ്പുഴ ജിംഖാനയ്ക്ക് നമ്മൾ കയറുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാന എങ്ങനെയുണ്ട് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ആലപ്പുഴ ജിംഖാന ഖാലിദ് റഹ്മാന്റെ രചനയിൽ, സംവിധാനത്തിൽ, ജിംഷി ഖാലിദിന്റെ ക്യാമറയിൽ, വിഷ്ണു വിജയുടെ മ്യൂസിക്കിൽ, മരണപ്പെട്ടു പോയ നിഷാദ് യൂസഫിന്റെ എഡിറ്റിങ്ങിൽ, നസ്ലിൻ, ലുക്മാൻ അവറാൻ, ഫ്രാങ്കോ, അതുപോലെ തന്നെ ബേബി ജോൺ, അനഘ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ വിഷു റിലീസാണ് ആലപ്പുഴ ജിംഖാന. ഒരു കോമഡി, അതുപോലെ തന്നെ സ്പോർട്സ് ഓറിയന്റഡ് ഫിലിമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആലപ്പുഴ ജില്ലയിലെ കുറച്ച് ചെറുപ്പക്കാർ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നതും അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്ന ലുക്മാൻ അവറാനും, പിന്നീട് അവർ ബോക്സിങ്ങിൽ പോയിട്ട് എന്താണ് നേടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന കോമഡി കലർത്തി ഒരു യങ് ജനറേഷൻ്റെ ഒരു വൈബൊക്കെ പിടിച്ചിട്ടുള്ള, നമ്മുടെ തല്ലുമാലയുടെ സംവിധായകനാണല്ലോ ഖാലിദ് റഹ്മാൻ. അപ്പോൾ ആ ഒരു ട്രെൻഡിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് പോലെ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സിനിമയാണിത്. അപ്പോൾ ഇത് ഞാൻ കാണാൻ പോയ ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ബസൂക്കയ്ക്ക് ശേഷം കാണാം എന്ന് പറഞ്ഞു വെച്ചതാണ്. പക്ഷെ ബസൂക്ക സിനിമ ഷോ ക്യാൻസൽ ആയതുകൊണ്ട് ആലപ്പുഴ ജിംഖാനയിലേക്ക് കടന്നു. ഞാൻ വളരെയധികം കോസ്റ്റ്ലി ആയിട്ട് കണ്ട എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഫിലിം എന്ന് തന്നെ പറയാൻ സാധിക്കും. 340 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. സിനിപോളിസാണ് സിനിമ കണ്ടത്. പാലക്കാടായിരുന്നെങ്കിൽ പ്രിയ തിയേറ്ററിൽ പോയിരുന്നെങ്കിൽ എനിക്ക് 3 സിനിമ ഈ 340 രൂപയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു പോയ കാര്യം. അപ്പം ആലപ്പുഴ ജിംഖാന സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം വർക്കൗട്ടായ ഒരു സിനിമ തന്നെയാണ് ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന. തല്ലുമാല എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് വർക്കൗട്ട് ആവാത്ത, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടതാണ്, എനിക്കത് തിയേറ്ററിൽ വർക്കൗട്ട് ആവാത്തൊരു സിനിമ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ആ റിവ്യൂവിൽ പറഞ്ഞത്. കാരണം എനിക്കത് എന്തോ കണക്റ്റ് ആയില്ല. എന്താണ് കാരണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ആ പടം കണക്റ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ പോരായ്മകൾ എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തു. എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഫീൽ അടിച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആ സിനിമ കണ്ടിട്ടുള്ളവരിൽ ഇഷ്ടപ്പെടാതെ പോയ ഒരാൾ ഞാനായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും ഈ സിനിമ എന്തായിരിക്കും തരാൻ പോകുന്ന എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ബോറടിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭയങ്കര സംഭവമെന്നോ അല്ലെങ്കിൽ ഒരു ഹുക്ക് ഫാക്ടറോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അതൊരു സ്പോർട്സ് ഓറിയന്റഡ് രീതിയിലേക്കും ഒരു മത്സരം, ഗെയിം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയി വരികയും, തുടർന്ന് അതിൻ്റെ ഒരു പേസിലേക്ക് കടന്നപ്പോൾ എസ്പെഷ്യലി നസ്ലിനെ അല്ല ഞാൻ പറയുന്നത്, ഫ്രാങ്കോ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. പൊളിച്ചിട്ടുണ്ട് അവൻ. അവൻ്റെ ഒരു പോർഷനുണ്ട്. അവൻ അവിടെ ബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെഡ് ഇങ്ങനെ നീക്കി കൊടുക്കണം. കാരണം അത്രയ്ക്ക് ലൈവാക്കി കളഞ്ഞു ആ ഒരു സെക്ഷൻ. അത് ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ആണെങ്കിലും, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, അതിൻ്റെ ഒരു പെർഫോമിങ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അത് സൂപ്പർ ഒരു സീക്വലായിരുന്നു. അല്ലാതൊരു ഹൈ എന്ന് പറയാൻ സിനിമ തീരുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഹൈ ഒന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് ആ ഒരൊറ്റ പോർഷൻ കൊണ്ട് തന്നെ എനിക്ക് പടം ഓക്കെ എന്നുള്ളൊരു ഫീലിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. കൂടുതൽ ഭയങ്കര സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരും പ്രതീക്ഷിച്ച് പോകണ്ട. ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ആദ്യം കുറച്ച് പോസിറ്റീവ്സ് പറഞ്ഞോട്ടെ. ഇതിൻ്റെ ഡയറക്ഷൻ
പിള്ളേർ സിനിമയൊക്കെ വെച്ച് ഗംഭീരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഖാലിദ് റഹ്മാൻ്റെ ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരെയും പഴയ ആൾക്കാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ പുള്ളി അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ പടത്തിൽ. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിനകത്ത് വന്ന ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ഡെഡിക്കേഷനാണ്, അവരുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഒക്കെയാണ്. ഫസ്റ്റ് ഷോട്ടിലെ അറിയാൻ നസ്ലിൻ ഇത്രയും മെലിഞ്ഞു, നസ്ലിൻ്റെ ആ ഒരു പഴയ ലുക്കേ അല്ല, ഭയങ്കര ലുക്ക് ചേഞ്ച് വരുന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഷോട്ടിലെ മനസ്സിലാവുന്നുണ്ട്. അത്രയും ചെറുതായിട്ടുണ്ട് പുള്ളി. അപ്പോൾ അതിന് കാണിച്ച ഡെഡിക്കേഷൻ പടത്തിലെ കുറേ സീക്വൻസുകളിലൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ജിംഷി ഖാലിദിന്റെ ക്യാമറ തന്നെയാണ്. സൂപ്പർ വിഷ്വൽസ് ആണ്. ആ ഒരു ബോക്സിങ്ങിന്റെ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫീല് കിട്ടാൻ അത് ലൈവാക്കി എടുക്കാൻ കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നീടുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് മ്യൂസിക് ചെയ്ത വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണ്. പാട്ടുകളും 2 പാട്ടുകളും ഉണ്ട്. അത് നല്ല ഫീലൊക്കെ നൽകുന്ന രീതിയിലുള്ള പാട്ടുകളാണ്. ഇനി ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണ് എനിക്ക് കുറച്ചൊന്ന് കല്ലുകടിയായിട്ട് തോന്നുന്നത്. കാരണം നസ്ലിൻ്റെ ആവട്ടെ ലുക്മാൻ്റെ ആവട്ടെ ബാക്കിയുള്ള ഏത് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ അനഘ മാത്രം ഒന്ന് മാറ്റി വെക്കാം. ബാക്കി എല്ലാവരുടെയും ക്യാരക്ടറൈസേഷൻ ഒക്കെ ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി. ഒരു പൂർണ്ണതയില്ലാതെ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് ക്യാരക്ടറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവാതെ വളരെ പ്ലെയിൻ ആയി പോയ പോലെ എനിക്ക് തോന്നി. എടുത്തു പറയേണ്ട മറ്റാരുടെ അല്ല, ലുക്മാൻ അവരാൻ്റെ ആണ്. എനിക്ക് ലുക്മാൻ അവരാൻ്റെ ഇത്ര നാൾ കണ്ടതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ പടമാണ് ആലപ്പുഴ ജിംഖാന. ഭയങ്കര സങ്കടമുണ്ട്. കാരണം ലുക്മാൻ അവരാൻ എനിക്കിഷ്ടമാണ്. പുള്ളിയുടെ ഒരു സിമ്പിൾ അഭിനയമാണ്. ഭയങ്കരമായ ഇതൊന്നും പുള്ളി കാണിക്കാറില്ല. വളരെ സിമ്പിളായിട്ടാണ് ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ പടത്തിൽ ചിലയിടത്തിൽ പുള്ളിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്, ചിലയിടത്ത് ക്യാരക്ടർ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ്. ഒരു കോച്ചാണ്, പക്ഷെ കോച്ചിൻ്റെ ഒരു സംഭവം തോന്നാത്ത രീതിയിൽ ഒരു എലമെന്റ് പോലും എവിടെയും വരാത്ത രീതിയിലാണ് ഇതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊന്നും ആ ക്യാരക്ടറൈസേഷനും ആ റൈറ്റിങ്ങും ഒക്കെ ഭയങ്കര വീക്കായി പോയി. സിനിമയുടെ വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിനെ എടുത്ത് പറയാൻ സാധിക്കും. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ഷൈൻ ടോം ചാക്കോ വരുന്നൊരു സീനുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഒരു പോലീസുകാരൻ എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ. ഐ തിങ്ക് തല്ലുമാല സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനെ ഒരു ക്യാമിയോ അപ്പിയറൻസ് കൊടുത്താന്ന് തോന്നുന്നു. പക്ഷെ അതൊരു വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കൊള്ളാം എന്നൊന്ന് തോന്നുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡ്രോബാക്ക് ആയിട്ടുണ്ട്. ബട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ആ ഒരു ഫൈറ്റ് പോർഷൻ ഉണ്ട്, സൂപ്പറായിരുന്നു. സൂപ്പർ. ആ ഒരൊറ്റ സാധനത്തിന്റെ ഫുൾ കാര്യവും മറന്ന് കൈയടിച്ച് കൊടുക്കാൻ പറ്റും. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, വലിയ ബോറടികളില്ലാതെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി സ്പോർട്സ് ജോണറിലുള്ള ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. ഇപ്പം പറഞ്ഞ കാര്യം എൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവരുടെയും അഭിപ്രായമല്ല, എൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ എൻ്റെ അഭിപ്രായം കേട്ടിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്നൊന്നും ആരും തീരുമാനിക്കേണ്ട. സിനിമയ്ക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് പടം ഓക്കെ ഫീൽ അടിച്ചു, പക്ഷെ ഒരുപാട് പോരായ്മകളുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫിലെ ആ സീൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ, ഇവിടെ ഹൈ ക്ലാസ് തിയേറ്ററുകളിലാണ് നമ്മുടെ മലയാള സിനിമ വരുന്നത്. ഭയങ്കര റേറ്റാണ് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ വല്ലപ്പോഴുമേ എനിക്ക് സിനിമ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം റിലീസ് നടക്കുന്ന സമയത്ത് കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടതിന് ശേഷം എന്തായാലും ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് OTT റിലീസിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. പീസ് ഔട്ട്.